നമസ്കാരം. കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള അവസാന റെയിൽവേ സ്റ്റേഷനായ മഞ്ചേശ്വരത്താണ് ഉള്ളത്. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷൻ ഉൾക്കൊള്ളിച്ചുള്ള ഒരു കിടലൻ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. 2 ഹോൾട്ട് റെയിൽവേ സ്റ്റേഷൻ അടക്കം 12 റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ആകെ ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ തുടങ്ങിയത് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനാണ്. ഇതിന്റെ തൊട്ടിപ്പുറത്ത് വരുന്നത് കർണാടക സ്റ്റേറ്റ് ആണ്, ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് വരുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ തുടങ്ങിയിട്ട് നമുക്ക് എന്താ പറയാ, കാസർഗോഡ് കണ്ണൂർ അതിർത്തി വരെ പോകണുണ്ടല്ലോ. അവിടെ വരുന്ന അവസാന റെയിൽവേ സ്റ്റേഷൻ തൃക്കരിപ്പൂരാണ്. അതായത് മഞ്ചേശ്വരത്ത് നിന്ന് ഈ പറഞ്ഞ അതിനിടയിൽ ഒരുപാട് റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ട് തൃക്കരിപ്പൂര് വരെയുള്ള റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചകൾ അടങ്ങിയ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. മഞ്ചേശ്വരം ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ നെയിം ബോർഡിൽ 4 ഭാഷകൾ നമുക്ക് കാണാം. ആദ്യം തന്നെയുള്ളത് കന്നഡയാണ്, അതിൽ മഞ്ചേശ്വര എന്നാണ് ഉള്ളത്. പിന്നെ നമ്മുടെ മലയാളം മഞ്ചേശ്വരം, പിന്നെ ഹിന്ദി, പിന്നെ ഇംഗ്ലീഷ്. ഇവിടെ ടോട്ടലി 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. 1, 2, 3. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിനും നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേഷന്റെ കോഡ് വരുന്നത് MJS എന്നാണ്. ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്, കാരണം മുഴുവൻ ഇപ്പോൾ ചളിയാണ്. പിന്നെ ഇവിടെ മണ്ണൊക്കെ എടുത്ത് മാറ്റുന്നൊക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത് ആ ഒരു ഭാഗത്താണ്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുകയാണ്, അതായത് നേരെ ഹൈവേ സൈഡ്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശം ഇതാണ്, അതായത് നേരെ ഹൈവേ. നമുക്ക് നാഷണൽ ഹൈവേയിൽ നിന്ന് നേരെ നിങ്ങൾ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുമ്പം ഇവിടെയാണ് എത്തുക. ഇവിടെ അത്യാവശ്യത്തിന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെയാണ് വണ്ടി വെച്ച് അകത്തേക്ക് കയറിയത്. ഈ സമയത്ത് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഹൈവേയിലോട്ട് കയറി നമുക്ക് നമ്മുടെ ഓരോ റെയിൽവേ സ്റ്റേഷനും കാണാം. ഇതാണ് മഞ്ചേശ്വരം എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു പട്ടണം. താഴിലൂടെയാണ് നമ്മുടെ ഹൈവേ പോകുന്നത്. ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു, അതായത് ഈ ഷോപ്പൊക്കെ ഉള്ള ഈ ഒരു ഭാഗത്തേക്ക്. ഇവിടെ ഒരു പാലമുണ്ട്. അടുത്തൊരു ലൊക്കേഷൻ നാവി നോക്കുകയാണ്. എവിടത്തേക്കാണ് നോക്കുന്നത്? ഉപ്പളയാണ്. ഉപ്പളയാണ് നമ്മൾ അടുത്ത് വരുന്ന റെയിൽവേ. എത്ര കിലോമീറ്റർ ഉണ്ട്? 5.2 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. 5.2 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇതുവഴി നമുക്ക് ഇറങ്ങിയിട്ട് പോകാനുണ്ട്. നമ്മളങ്ങനെ ഉപ്പളയിലെത്തി. ഉപ്പളയിലാണെങ്കിൽ ഭയങ്കര ബ്ലോക്ക്. ഇവിടെയൊക്കെ ഈ മേൽപ്പാലത്തിന്റെ പണിയെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ടും ചെറിയ ഇടുങ്ങിയ റോഡല്ലേ ഉള്ളൂ. ഉപ്പള ബസ് സ്റ്റാൻഡ്. ഇത് കർണാടക RTC കാസർഗോഡ് പോകുന്ന വണ്ടി. അത്യാവശ്യം നല്ല തിരക്കേറിയ ഒരു ടൗണാണ് കേട്ടോ ഉപ്പള. നമുക്കിവിടെ സ്റ്റേഷൻ എത്താനായി ഒരു 500 മീറ്റർ ഉണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് റൈറ്റ് സൈഡിലാണ്. ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു പള്ളിയുണ്ട്. മനു റൈറ്റ് നോക്കി തന്നെ വിട്ടോട്ടോ. റൈറ്റ് ആണ്. വലിയ റെയിൽവേ സ്റ്റേഷൻ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് അപ്പൊ റെയിൽവേ സ്റ്റേഷനൊക്കെ പോകുന്ന വഴിയാണിത്. ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്താണ്, ഉപ്പള. പിന്നെ ഇവിടെ നിർത്തുന്ന ട്രെയിനുകളുടെ ഒരു ഇതുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തോ. കണ്ണൂർ ഭാഗത്തേക്ക്, മംഗലാപുരം ഭാഗത്തേക്ക്. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ടോട്ടലി 2 പ്ലാറ്റ്ഫോമാണുള്ളത്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഉപ്പള എന്നുള്ള ഒരു വലിയൊരു നെയിം ബോർഡ്. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കന്നഡയിൽ പേരുണ്ട്. 4 ഭാഷകളിൽ ഇവിടെയുണ്ട്. അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ അധികം ട്രെയിനുകൾക്കൊന്നും സ്റ്റോപ്പൊന്നുമില്ല. വളരെ ചുരുക്കം ട്രെയിനുകൾക്ക് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത്. അങ്ങ് അവിടെ മംഗലാപുരം ഭാഗത്തേക്ക് ഇപ്പോൾ ഗ്രീൻ സിഗ്നലാണുള്ളത്. ഇതുവഴി ഏതോ ഒരു ട്രെയിൻ ഇപ്പോൾ കടന്നു പോകാനൊരു ചാൻസ് കാണുന്നുണ്ട്. സമയം ഇപ്പോൾ കറക്റ്റ് 4:21 ഇവിടെ ഈ ഒരു ട്രാക്കും പ്ലാറ്റ്ഫോം തമ്മിലുള്ള ഒരു ഇതില്ലേ, വളരെ കുറവാണ്. നമ്മുടെ ചന്തേരയല്ല, കളനാട് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു മാതൃകയായുള്ളത്. നല്ലൊരു രസമുണ്ട് കാണാൻ. ഇതുവഴി ഒരു ട്രെയിൻ കടന്നു പോവുകയാണ്. ഇതേത് ട്രെയിനാണെന്ന് ഞങ്ങൾ നോക്കിയില്ല. ഏറനാട് എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ, മംഗളൂരു സെൻട്രൽ.
ഉപ്പള റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് UAA എന്നാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് നേരത്തെ പറഞ്ഞ ആ ഒരു ആൽമരയില്ലേ അതിതാണ്. ഇനിയിപ്പം ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. കാരണം നമുക്ക് അടുത്ത സ്റ്റേഷനായ കുമ്പളയിലേക്ക് എത്തണം. സമയം 4:30 ആയല്ലോ. ഇവിടുന്ന് ആരും തന്നെ ഇല്ല. തിരക്കേ ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷൻ. ഇടുങ്ങിയ വഴിയായതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. മുമ്പ് തന്നെ ലോറിയെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഇടുങ്ങിയ വഴിയായതുകൊണ്ടാണ് ബ്ലോക്കും വരുന്നത്. നമുക്ക് മെല്ലെ മെല്ലെ പോകാൻ പറ്റൂ. കാരണം നല്ല പൊടി. കാരണം റോഡിൻ്റെ കണ്ടീഷൻ വന്ന് ഇതാണ് അവസ്ഥ. ഏകദേശം കുമ്പള ഒരു 3 കിലോമീറ്റർ കൊണ്ട് എത്തും. പിന്നെ കുമ്പളത്തെ അവസ്ഥയും മിക്കവാറും ദയനീയമായിരിക്കും. കാരണം വേറൊന്നുമല്ല, ഭയങ്കര ബ്ലോക്കാണ് അവിടെ. അപ്പോൾ വണ്ടി വെച്ചിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ നോക്കാം. അങ്ങനെ പറ്റുള്ളൂ മിക്കവാറും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി തന്നെ. ഞങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്ത് കുമ്പള എന്നുള്ള ഒരു ടൗണിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടി ഇവിടെ തൽക്കാലം വെച്ചിട്ടുണ്ട്. കാരണം വണ്ടി എടുത്ത് നമുക്കിപ്പം ഈ ഒരു റൂട്ട് വഴി പോക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ പറയുന്നത് നവി? റെയിൽവേ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടുണ്ട് വണ്ടി വഴി. അതായത് കാറിന്റെ ഓപ്ഷൻ എടുത്തത്, കാറായാലും ബൈക്കായാലും. പക്ഷേ അതെന്ന് വെച്ചാൽ ഈ നാഷണൽ ഹൈവേന്റെ പണി നടക്കുന്നതുകൊണ്ട് ഡിവേഷൻ ചെയ്യാൻ പറ്റൂല. നമുക്ക് നടന്നു പോകേണ്ടത് 350 മീറ്റർ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വണ്ടി വെച്ചിട്ട് നടന്നു പോകാൻ തീരുമാനിച്ചു. ഈ ഒരു വഴി തന്നെ ഇവിടെ ബ്ലോക്കായി. ഇത് മംഗളൂരു വണ്ടി. മംഗളൂര് ഇതാണ് കുമ്പള ടൗൺ. ഇതേ നമുക്ക് ആ വഴി. ഈ ഒരു ടൈമിലാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിപ്പെടുക കുറച്ച് ബുദ്ധിമുട്ട്. നമ്മൾ ആ ഒരു അതായത് കാസർഗോഡ് ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ആ ഒരു സൈഡിൽ തന്നെയാണ്. ഈ ഒരു വർക്കൊക്കെ കാരണമാണ് നമുക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഈ ഒരു മാംഗ്ലൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഈ ഒരു വഴി എന്തായാലും നമ്മളെ വണ്ടി എടുത്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത് 1 വേ ആണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ എത്തി. ആ തൊട്ട് മുന്നിൽ വലിയ ആൽമരം കാണുന്നില്ലേ, അവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. വളഞ്ഞ് 8 കിലോമീറ്ററൊക്കെ ഡ്രൈവ് ചെയ്ത് അവിടെ ആ ഒരു കാരണം നമുക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു ഡിവിയേഷൻ ഇല്ല എവിടെയും. അങ്ങ് മുന്നിൽ പോയി വേണം അവിടെ നിന്ന് വളഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് നല്ലൊരു പണിയാന്ന് കേട്ടാ. ഇതിലൂടെ വരാം. ഇതാ ആ വഴി നേരെ അതിലൂടെ വന്ന് ഇതിലൂടെ വരാം. ഇതാണ് കുമ്പള റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. ഇവിടെ വലിയൊരു മരമുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ പാർക്കിംഗ് ഒക്കെ വരുന്നത്. നേരെ അകത്തേക്ക് കയറാം. കുമ്പള റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു നെയിം ബോർഡ് ഉള്ളത്. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് KMQ എന്നാണ്. കുമ്പള. ഇവിടെ പിള്ളന്മാരൊക്കെ ട്രാക്ക് വഴിയാണ് നടക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരിക്കലും നടക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. അപകടം ശരിക്കും പറഞ്ഞാൽ വിളിച്ചു വരുത്തിയത്. ഇവിടെയുള്ള ഈ ഒരു നെയിം ബോർഡിലും കന്നഡയുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 3 സ്റ്റേഷൻ കണ്ടില്ലേ, ഇപ്പോൾ ഇത് 3ാമത്തെ സ്റ്റേഷൻ. മഞ്ചേശ്വരവും നേരത്തെ കണ്ട ഉപ്പള സ്റ്റേഷനും ഈ കുമ്പള സ്റ്റേഷനിലും എല്ലായിടത്തും കന്നഡയുണ്ട്. കുമ്പള എന്നാണ് കന്നഡയിൽ. ഇംഗ്ലീഷിലും കുമ്പള തന്നെയാണല്ലോ. നമ്മൾ കുമ്പള എന്ന് പറയും. കുമ്പള. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേഷൻ്റെ കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ ടോട്ടലി 2 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. പിന്നെ ഇവിടെ അടുത്തൊരു ഗുഡ്സ് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് വേറെ ട്രെയിൻ ക്രോസിംഗ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് മുഴുവനും ആൽമരങ്ങളാണ്. ചെറിയൊരു കർവിലാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. പിന്നെ ഇരിക്കാൻ ബെഞ്ചുകളൊക്കെ ആയാലും എല്ലാം തന്നെയുണ്ട്. അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് കാസർഗോഡാണ്. ഇവിടുന്ന് 13 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ കുമ്പളയിലെ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശ്രീ അനന്ത പത്മനാഭ സ്വാമി ക്ഷേത്രമുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഒരു 2 വർഷം മുന്നേ പോയി ഷൂട്ട് ചെയ്തൊരു ക്ഷേത്രമാണ്. നമ്മുടെ തടാകത്തിലാണ് ആ ഒരു ക്ഷേത്രം ഉള്ളത്. ഇത് മുതലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ മുതൽ ഇപ്പോൾ ഇല്ല, ചത്തുപോയിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. അതെ, അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഈ പറഞ്ഞ കുമ്പള റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടും കേട്ടോ അങ്ങോട്ട് പോകാൻ. ഇനിയിപ്പോൾ കാസർഗോഡിലേക്കുള്ള യാത്രയാണ്. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ 2 സൈഡ് ഓപ്പൺ ആയിട്ടുണ്ട്. 3 വരി 6 വരി പാത. ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഈ ഒരു അന്തരീക്ഷമാണ്. ചെറിയ രീതിയിൽ മഴയുണ്ട്. ഒരു ചാറ്റൽ മഴ എന്നൊക്കെ പറയുമല്ലോ, നിൽക്കുന്നേ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ തൃക്കരിപ്പൂരൊക്കെ എത്തുമ്പോൾ നല്ല ഇരുട്ടാവും എന്തായാലും. ഇപ്പം തന്നെ 5:30 സമയം. നമ്മളങ്ങനെ കാസർഗോഡ് എത്തി. ഇതാണ് കാസർഗോഡ് ന്യൂ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്. നമുക്കിനി ഇവിടുന്ന് വലത് ഭാഗത്തേക്കാണ് പോകേണ്ടത്. നേരെ പോകാനോ? ഇവിടുന്നല്ല, കുറച്ചും കൂടെ പോകണം.
നല്ല തിരക്കാണ് ഈ സമയത്ത്, സന്ധ്യാസമയമല്ല. മേൽപ്പാലാണ് ഈ കാണുന്നത്. ഈ മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു താഴെ വഴി നമുക്ക് വരണ്ട, ഇത്രയും ബ്ലോക്ക് ഒഴിവാക്കി കിട്ടും. കറക്റ്റ് സമയം കേട്ടാ, 100 സെക്കൻഡ്. അങ്ങനെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലിതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ മുഴുവൻ വർക്ക് നടക്കുകയാണ്, റെനോവേഷൻ ആണ് റെയിൽവേ സ്റ്റേഷൻ്റെ. ഈ ഒരു ഭാഗം മുഴുവനും ഇടിച്ച് പൊളിച്ചിട്ടാണ് ഉള്ളത്. ഞങ്ങൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുന്നില്ല കേട്ടോ, കാരണം ഞങ്ങൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് തന്നെ ഒരുപാട് വീഡിയോ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പം നല്ല തിരക്കാണ്, ഈവനിങ് ടൈമായി, 6 മണിയാവാനായി സമയം. ഇപ്പം ഇവിടെ ടോട്ടലി 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് KGQ. ഇവിടുന്ന് പുറപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ട്രെയിനാണ് നമ്മുടെ വന്ദേ ഭാരത്, തിരുവനന്തപുരം വന്ദേ ഭാരത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ നല്ല തിരക്കാണ്, ബസ് ഒക്കെ പോകുന്ന മെയിൻ റൂട്ട് തന്നെയാണിത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു വലിയൊരു നെയിമൊക്കെ ചെയ്തിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അതൊന്നും ഇപ്പോൾ ഇല്ല, എല്ലാം പൊളിച്ചിട്ടാണല്ലോ ഉള്ളത്. അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഒരു ഹോൾട്ട് റെയിൽവേ സ്റ്റേഷനാണ്, കളനാട്. നമ്മൾ ട്രെയിൻ വഴിയാണ് പോവുകയാണെങ്കിൽ 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ റോഡ് വഴിയാണല്ലോ പോകുന്നത്, അപ്പോൾ 8 കിലോമീറ്റർ പോകാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് തന്നെയാണ്. ഒരുപാട് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉള്ളത് ഇവിടെയാണ്, രാജധാനിക്കൊക്കെ സ്റ്റോപ്പുണ്ട്, പക്ഷേ ദുരന്തമൊക്കെ സ്റ്റോപ്പില്ല. ഞങ്ങളുണ്ടല്ലോ പെട്ടെന്ന് ഇവിടുന്ന് പോകാനുള്ള റീസൺ എന്നറിയോ, ഇപ്പം തന്നെ സമയം 6 മണിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ ചെറുവത്തൂരും തൃക്കരിപ്പൂരും എത്തുമ്പോഴത്തേക്കും സമയം 8 മണി കഴിയും. 8 മണിയല്ല, മിക്കവാറും റോഡിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ മുകളിലാവും. അതാണ് കാരണം, ഒരുപാട് ഹോൾട്ട് സ്റ്റേഷനെ കുറച്ച് ഉള്ളിലേക്കാണല്ലോ പോകേണ്ടത്. ഞങ്ങൾ പ്ലാൻ ചെയ്ത ടൈമല്ല, കാരണം ഈ റോഡ് വർക്ക് കാരണം നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തായി. കാരണം ഞങ്ങൾ ഉപ്പളയിലൊക്കെ 1 മണിക്കൂറിന് മേലെ നമുക്ക് സമയം പോകേണ്ടി വന്നു. അതെ, ഇവിടുന്ന് വലത് ഭാഗത്തേക്കാണ് നമുക്കിനി പോകേണ്ടത്. നേരെ എന്ന് വെച്ചാൽ നേരെ പുതിയ ബസ് സ്റ്റാൻഡ്, മംഗലാപുരം ഭാഗത്തേക്കെല്ലാം നേരെ പോകും. നമുക്ക് ഇവിടുന്ന് വലതുവശത്തേക്ക് പറഞ്ഞാൽ ചന്ദ്രഗിരി വഴിയാണ് നമ്മളിനി പോകുന്നത്. നമ്മുടെ ഈ കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാടേക്ക് ആകെ 2 വഴികളുണ്ട്. ഒന്ന് വെച്ചാൽ ചെർക്കള പൊയിനാച്ചി വഴി നാഷണൽ ഹൈവേ വഴി നമുക്ക് നേരെ കാഞ്ഞങ്ങാട് പിടിക്കാം. ഇല്ലെങ്കിൽ ഇതെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ ബേക്കൽ ഫോർട്ട് ചന്ദ്രഗിരി വഴിയാണ് കാഞ്ഞങ്ങാട്. എല്ലാവരും കൂടുതലും പോകുന്നത്, ലോറിക്കാരടക്കം പോകുന്നത് ഈ വലതുവശത്ത് കാണുന്ന റോഡ് വഴി തന്നെയാണ്. നല്ല വഴി ഇതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ പ്രധാനപ്പെട്ട കളനാട് ഹോൾട്ട് റെയിൽവേ സ്റ്റേഷനായാലും റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഉള്ളത് ഈ ഭാഗത്ത് തന്നെയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഉണ്ട്. അതെ, നല്ല ബ്ലോക്കാണ്. അപ്പം ഇതോടുകൂടി കാസർഗോഡ് ടൗൺ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞാടും ചന്ദ്രഗിരി പോയത്. കാഞ്ഞങ്ങാടേക്ക് 24 കിലോമീറ്റർ. നമ്മൾ കാസർഗോഡ് നിന്ന് ഡ്രൈവ് ചെയ്ത് മേൽപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കളനാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്കിനിപ്പോൾ റൈറ്റിലേക്കാണ് പോകാനുള്ളത്. ഇവിടെ കളനാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ എത്തുമ്പോഴത്തേക്കും മംഗലാപുരം കണ്ണൂർ എക്സ്പ്രസ് ഇതാ പോകുന്നതാണ്. നല്ല ടൈം. ഇവിടുത്തെ ലാസ്റ്റ് വണ്ടിയാണ് ഇത്. ഇനി ഇവിടെ സ്റ്റോപ്പില്ല വണ്ടി ഇന്നിനി ഇല്ല. ആ ട്രെയിൻ ഇതാ പോയി. കളനാട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡാണിത്. എന്ത് സംഭവിക്കാം. അന്ന് വന്ന സമയത്ത് നല്ല രീതിയിൽ വഴുക്കൽ കിട്ടി, എൻ്റെ ചെരുപ്പ് പൊട്ടിയതാണ്. പുതിയ ചെരുപ്പാണ് നവീൻ്റെ. നേരത്തെ കണ്ടല്ലോ ആ ഒരു ട്രെയിനിൽ പോയി. ഇനിയിപ്പോൾ വേറെ ട്രെയിൻ ഇല്ല ഇന്നിനി ഇവിടെ. നല്ല മഴ പെയ്ത് കഴിഞ്ഞുകൊണ്ട് ആ വെള്ളം നല്ല രീതി തന്നെ ഉണ്ട്. ഇപ്പം വീണ്ടും ഒരു മഴ. ഇവിടെ നോക്കണ്ടേ, ചെറുതായിട്ട് ഇവിടെ റൈറ്റ് ചേർത്തെടുക്കുന്ന എൻ്റെ കാക്കെന്തായാലും ചെറുതായി. ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷനായ ഒരു ബിൽഡിങ്.
കാസർഗോഡ് ജില്ലയിൽ ടോട്ടലി 2 ഹോൾട്ട് സ്റ്റേഷനുകളാണുള്ളത്. അതിലൊന്നാണ് ഈ ഒരു കളനാട്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് KLAD എന്നാണ്. അതൊക്കെ മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. 2-ാം നമ്പർ പ്ലാറ്റ്ഫോം അവിടെ ഇല്ല. ആ ഒരു ഭാഗത്ത് നിലത്തിറങ്ങേണ്ടി വരും ആൾക്കാർ. അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഇതാ നെയിം ബോർഡ് ഇവിടെയുണ്ട്. മഴയിൽ നനഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ ഒന്നും റൂഫൊന്നുമില്ല, നനയല്ലാതെ വേറെ രക്ഷയില്ല. ഇതാണ് കളനാട് എന്നുള്ള ഒരു ബോർഡ്. അടിപൊളിയല്ലേ? പിന്നെ ഇവിടെ തന്നെ കൃഷിപ്പാടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദൂരത്തതാ പശുക്കൾ. എത്ര അടിപൊളി, എത്ര സുന്ദരം. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണുമ്പോൾ എന്തൊരു ബ്യൂട്ടി അല്ലേ, പ്രത്യേകിച്ച് മൺസൂൺ ടൈമിൽ. അതുപോലെ തന്നെ ചന്ദ്രഗിരി കോട്ടേൻ്റെ അടുത്താണ് നമ്മൾ ആ നേരത്തെ കണ്ടല്ലോ മേൽപ്പറമ്പ് എന്ന് പറഞ്ഞിട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ചന്ദ്രഗിരി ഫോർട്ട് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് ബേക്കൽ ഫോർട്ടാണ്. ബേക്കൽ ഫോർട്ട് എന്ന് പറഞ്ഞാൽ അതിനിടക്ക് വേറെ സ്റ്റേഷൻ കൊണ്ട് വരുന്നുണ്ട്, കോട്ടിക്കുളം. അടുത്തടുത്താണ്. അതെ അതെ അതെ. പിന്നെ ചന്ദ്രഗിരി പുഴയില്ലേ, അതങ്ങ് അവിടെയാണ്. നമുക്ക് ഈ ട്രാക്ക് വഴി പോകാൻ പറ്റില്ലല്ലോ, നടന്നു പോകാൻ പറ്റില്ലല്ലോ. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ചന്ദ്രഗിരി. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു റെയിൽവേ സ്റ്റേഷനും കൂടെ നമ്മൾ ഇറങ്ങുവാണ്. കളനാട്. ഇവിടെയാണ് നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടുന്ന ഒരു ബിൽഡിങ്. ട്രെയിൻ വരുമ്പോൾ മാത്രമേ ഇവിടെ ആൾക്കാർ വരുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത സ്റ്റേഷനുള്ളത് കോട്ടിക്കുളം. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇവിടെ തന്നെയാണ് വണ്ടി വെച്ചത്. ഇനിയിപ്പോൾ കോട്ടിക്കുളത്തേക്ക് 7 കിലോമീറ്റർ ഉണ്ട്. നേരെ വിടാം. സമയം ഇപ്പോൾ 7 മണിയായേ. നമ്മളിപ്പോൾ പാലക്കുന്ന് എത്തിയിരിക്കുകയാണ്. പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രമാണ് ഈ തൊട്ട് മുന്നിൽ കാണുന്നത്. ഇവിടെയാണ് കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ മുതലുള്ള കാഴ്ചകൾ അങ്ങോട്ട് എടുക്കാം. കാരണം ഇപ്പോൾ നല്ല മഴയാണ്, നല്ല ഇരുട്ട് വന്നു. ഇനിയുള്ള അങ്ങോട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചയൊന്നും ഇരുട്ടത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പകർത്താൻ വേണ്ടി സാധിക്കില്ല. അതായത് കോട്ടിക്കുളം കഴിഞ്ഞാൽ ബേക്കൽ ഫോർട്ട്, കാഞ്ഞങ്ങാട്, നീലേശ്വരം, ചന്തേര, ചെറുത്തൂർ, തൃക്കരിപ്പൂരൊക്കെ നമുക്ക് ഇനി രാത്രി മിക്കവാറും മനു പറഞ്ഞു കാസർഗോഡ് നിന്ന് തൃക്കരിപ്പൂരത്ത് 8 മണി എന്ന് പറയാം, ചിലപ്പോൾ 9 മണിയാവും. കാരണം നമ്മൾ മെല്ലെ നിർത്തിയിട്ടല്ലേ കാണുന്നത്. അതെ. അപ്പോൾ അത് എന്തായാലും വിഷ്വൽസ് നല്ല രീതിയിൽ ഇട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. നാളെ മിക്കവാറും ഇവിടുന്ന് കോട്ടിക്കുളത്ത് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ എന്താ പറയുക, നാളെ കാണാം കേട്ടോ. ഇന്നലെ ഞങ്ങൾ കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗം വരെയാണ് വന്നത്. ഈ ഒരു കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിലുള്ള ഭാഗം പാലക്കുന്നാണ്. ശരിക്കും കോട്ടിക്കുളം ടൗണൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ കോട്ടിക്കുളത്തേക്ക് പോവാം. ഇത് കാഞ്ഞങ്ങാട് ഫാസ്റ്റ് പാസഞ്ചർ. നേരെ കാസർഗോഡ് ഈ ഒരു ഭാഗത്തേക്കാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ വലിയൊരു പ്രത്യേകതയുണ്ട്. അയ്യോ, അതിലൂടെ ഒരു ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. കാരണം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പകുതിക്ക് വെച്ചിട്ട് ലെവൽ ക്രോസിംഗ് ഉണ്ട്. കുറച്ചുകൂടെ നേരത്തെയാണെങ്കിൽ നമുക്ക് ആ ട്രെയിൻ പോകുന്നത് കാണാമായിരുന്നു. പോട്ടെ, കുഴപ്പമില്ല. ഈ ഒരു ഹൈവേന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ട്. കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം ഇതാണ്. ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനെ കൂടുതൽ മനോഹരമാക്കുന്നത് ഇതുപോലുള്ള വലിയ ആൽമരങ്ങളാണ്. ഇത് ഇവിടെയും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായാലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു അടിപൊളിയാണ് കേട്ടോ. നല്ല തണലും കിട്ടും, നല്ലൊരു ഭംഗി തന്നെയാണ് ഒരു റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോൾ നേരെ നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് വരുമ്പോൾ തന്നെ ഇവിടെ ശ്രീ മുത്തപ്പൻ മടപ്പുരയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പം ഈ ഒരു റോഡ് കണ്ടോ, ഇവിടെയാണ് ആ ഒരു ലെവൽ ക്രോസിംഗ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ കറക്റ്റ് നടുഭാഗത്ത്. നമുക്ക് ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഉള്ള ഇതുവഴിയാണ് നമ്മൾ കയറി പോകുന്നത് കേട്ടോ. നേരെ ആ ഒരു ടൗണിലേക്ക് പാലക്കുന്ന് ടൗണിലോട്ട്. ഇതാണ് പ്ലാറ്റ്ഫോം. നമുക്ക് ആ ഒരു സൈഡിലോട്ട് പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. കറക്റ്റ് നടുക്കന്നെയാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഇതുവഴി മുറിച്ച് കിടക്കാം കേട്ടോ ട്രാക്കിൽ. കാരണം ഇത് ലെവൽ ക്രോസിംഗ് ആണല്ലോ. ഇവിടെ ഇപ്പോൾ അടുത്ത വണ്ടി വരാനൊന്നുമില്ല. നേരത്തെ ജസ്റ്റ് മിസ്സാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ട്രെയിൻ പോകുന്നത് കാണാമായിരുന്നു. നമുക്ക് ആ ഒരു നെയിം ബോർഡിൻ്റെ അവിടം വരെ പോയിട്ട് വരാം. കോട്ടിക്കുളം എന്നുള്ളൊരു നെയിം ബോർഡ് ഇതാ ഇവിടെ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് KQK എന്നാണ്. ടോട്ടലി 2 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഉദുമ ഭാഗത്തെ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു കോട്ടിക്കുളം എന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ബേക്കൽ ഫോർട്ടാണ്. 5.5 കിലോമീറ്റർ ഉണ്ട് ബേക്കൽ ഫോർട്ടിലേക്ക്. നമ്മളിപ്പോൾ വന്നാൽ അത് മെയിനായിട്ട് ഈ കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഈ പറഞ്ഞ ആ റോഡ് തന്നെയാണ് ഈ പറഞ്ഞ കോട്ടിക്കുളം, ബേക്കൽ ഫോർട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ നടുഭാഗത്തേക്കൂടെ
വണ്ടികൾ പോകുന്ന സ്റ്റേഷൻ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. നല്ല രസമല്ലേ കാണാൻ. കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളിപ്പം കോട്ടക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ബേക്കൽ ടൗൺ നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് കഴിഞ്ഞു. കോട്ടക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബേക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ആ സ്ഥലം, അതായത് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് പള്ളിക്കര എന്നാണ്. ഇപ്പം നേരെ അവിടത്തേക്ക് പോകാം. നേരെ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ്. ഈ വഴി തന്നെ നമുക്ക് നേരെ പോവാം. പള്ളിക്കര ടൗൺ കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്നാൽ വലതുവശത്തേക്കുള്ള റോഡിലേക്കാണ് പോകേണ്ടത്. ഇതാണ് ബേക്കൽ കോട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക്. ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തന്നെ ഒരുപാട് വണ്ടികളൊക്കെ വെക്കാനുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇതാ ബേക്കൽ ഫോർട്ട് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു നെയിമൊക്കെ. നേരെ അകത്തോട്ട് കയറാം. ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ടോട്ടലി 2 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. നമുക്ക് ഇവിടെ നിന്നൊരു വണ്ടി പോകുന്നത് കാണാൻ പറ്റും. ബംഗളൂരു സെൻറ്ററിൽ നിന്ന് കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന ഇൻ്റർസിറ്റി. അതിപ്പോൾ ഇവിടെ എത്തും. ഈ ഒരു ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തികളൊക്കെ നടക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ എന്താ പറയുക, ഈ ഒരു ഭാഗത്തെ ചുമരായാലും നമ്മൾ അന്ന് വന്ന സമയത്ത് ഇതൊക്കെ കിട്ടുന്നതാണ് ഉണ്ടായത്. ഇപ്പോൾ ഇത് കെട്ടിക്കഴിഞ്ഞു. റൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കാം. പിന്നെ പൈപ്പിംഗ് ഒക്കെ ഉണ്ട്. വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഇൻ്റർസിറ്റി വരുന്നുണ്ട്. കോയമ്പത്തൂർ ജംഗ്ഷൻ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഈ ഒരു ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഇവിടെയായിട്ട് തന്നെ കാണുന്ന ബീച്ചാണ് റെഡ് മൂൺ ബീച്ച്, അഥവാ പള്ളിക്കര ബീച്ച്. ഇവിടെ തന്നെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിലൂടെ തന്നെ ആ ഒരു വഴി തന്നെ നേരെ ബീച്ചിലോട്ട് നടന്നിട്ടൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് ആരുമില്ല. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് BFR എന്നാണ്. ഇവിടെ ഇതാ ബേക്കൽ ഫോർട്ട് എന്നുള്ള ഒരു നെയിം ബോർഡ്. മുമ്പ് ഈ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെട്ടത് ബേക്കൽ ഫോർട്ട് എന്നല്ല, പള്ളിക്കര എന്നാണ്. അതുപോലെ തന്നെ ബേക്കൽ കോട്ടയിലൊക്കെ വരുന്നവർക്ക് ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ കുറച്ച് ട്രെയിനുകൾക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പ് ഉള്ളൂ, മലബാർ പോലത്തെ ട്രെയിനുകൾക്ക്. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് കാഞ്ഞങ്ങാടാണ്. ഇവിടുന്ന് 11 കിലോമീറ്റർ പോകാനുണ്ട്. കാസർഗോഡിനെ പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ടൗണാണ് കാഞ്ഞങ്ങാട്. നമ്മളങ്ങനെ കാഞ്ഞങ്ങാട് ടൗണിൽ എത്തിയിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് ടൗൺ പറയുമ്പോഴല്ല, എടുത്ത് പറയേണ്ട കാര്യമാണ് ഈ നല്ല സ്ഥലം, റോഡിൻ്റെ വീതി. ഇരു ഭാഗത്തെ റോഡായാലും നല്ല സൗകര്യമാണ്. ലൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ എടുത്തു പറയണം. രാത്രിയാണ് ഭംഗി, ഭയങ്കര ഭംഗി രാത്രിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുണ്ടല്ലോ ഈ വീഡിയോൻ്റെ ഒന്നാമത്തെ ആ ഒരു ഭാഗം നമ്മൾ കോട്ടിക്കുളം വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്തല്ലോ, തിരിച്ചു പോയത് ഈ വഴിയാണ്. നല്ല ഭംഗിയായിരുന്നു രാത്രിക്ക് കാഞ്ഞങ്ങാടിൻ്റെ ഒരു എന്താ പറയുക, ആ ലൈറ്റൊക്കെ ഇട്ട്. നമുക്ക് ഇവിടെ നിന്നുണ്ടല്ലോ വലതുവശത്തേക്കാണ് പോകേണ്ടത്, കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇടതുവശം നേരെ പോകുന്നത് മാവുങ്കാല് ഹൈവേ, നമ്മുടെ നാഷണൽ ഹൈവേ ഭാഗത്തേക്കാണ് പോകുന്നത്. നമുക്ക് വലതുവശത്തേക്ക് പോകണം. അത് നേരെ ബസ് സ്റ്റാൻഡ് നീലേശ്വരം ഭാഗത്തേക്കാണ്. നമുക്ക് തിരിച്ചു പോകേണ്ടത് അതുവഴി തന്നെയാണ്. തിരക്കില്ല അല്ലേ? ഇത് ഉച്ച സമയമാണ്, അതുകൊണ്ട് വലിയ തിരക്കില്ല. വൈകുന്നേരം ഭയങ്കര തിരക്കായിരിക്കും. നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് ചെറിയൊരു റോഡുണ്ട്, അത് നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ആണ് ഇത്. ഇവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ തന്നെ പേ പാർക്കിംഗ് ആണ്, തൊട്ട് അവിടെയാണ്, അതായത് 2 വീലേഴ്സിൻ്റെ. ഇവിടെ ഇതാ കാഞ്ഞങ്ങാട് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഇതൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. ഇവിടെ നല്ല മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു തിയേറ്റർ കൂടിയുണ്ട്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇവിടെ ഇതാ വലിയൊരു നെയിം ബോർഡ്. ഇവിടെ വലിയ നെയിം ബോർഡാണ്, പക്ഷേ ആ ഒരു ഭാഗത്ത് ചെറിയൊരു നെയിം ബോർഡാണ് കണ്ടതാ, ആ ഒരു 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉള്ള ഭാഗത്ത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് KZE എന്നാണ്. ഇവിടെ ടോട്ടലി 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. 1, 2, 3. ടിക്കറ്റ് കൗണ്ടറും വെയിറ്റിംഗ് റൂമൊക്കെ ഉള്ളത് ആ ഒരു ഭാഗത്തേക്കാണ്. ഇനി അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ
നമ്മുടെ രണ്ടുപേരുടെയും സ്വന്തം റെയിൽവേ സ്റ്റേഷനാണ്, ഹോം സ്റ്റേഷനാണ് നീലേശ്വരം. നീലേശ്വരത്തേക്ക് ഇവിടുന്ന് 11 കിലോമീറ്റർ പോകാനുണ്ട്. ഈ നമ്മുടെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പില്ലാത്ത ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ട്രെയിൻ കയറാൻ വരുന്നത് ഈ കാഞ്ഞങ്ങാടാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാംഗ്ലൂർ, ചെന്നൈ, മെയിനൊക്കെ നീലേശ്വരം സ്റ്റോപ്പില്ല. അപ്പോൾ ആ ട്രെയിനൊക്കെ കയറണമെങ്കിൽ ഞങ്ങൾ നേരെ വരുന്നത് കാഞ്ഞങ്ങാടാണ്. അത് ഒട്ടുമിക്ക ട്രെയിൻ ഇപ്പോൾ എന്താ പറയുക നീലേശ്വരത്തിൻ്റെ സ്റ്റോപ്പ് ഉണ്ട്. തീർച്ചയായും പണ്ട് നേത്രാവതിക്ക് കയറണമെങ്കിൽ നമുക്ക് ഇവിടെ വരണം. അതെ, കാഞ്ഞങ്ങാടെന്നൊക്കെ വന്ന് നമ്മളിപ്പം നീലേശ്വരത്ത് എത്തിയിരിക്കുകയാണ്. നീലേശ്വരം ടൗണിലേക്ക് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടുന്ന് ഒരു 500 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ എത്തി. ആ കാണുന്ന മേൽപ്പാലത്തിൻ്റെ അടിയിലേക്ക് കൂടെ ഒരു റോഡുണ്ട്, അതുവഴിയാണ് നേരെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെയും റെയിൽവേ മുത്തപ്പൻ്റെ ഒരു മടപ്പുരയുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുവഴിയാണ് കയറിപ്പോണ്ടത്. ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് അവിടെയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു വന്ദേ ഭാരത് വരാനുണ്ട്. അത് ചെറുത്തൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു, ഇപ്പോൾ ഇവിടെ എത്തും. അത് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. തിരുവനന്തപുരം സെൻട്രൽ കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നുണ്ട്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് NLE എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. നമ്മുടെ ട്രെയിനൊക്കെ വന്ന്, അതായത് മെയിൻ ട്രെയിനൊക്കെ വന്ന് നിൽക്കുന്നത് ഈ 2 പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ നമ്മുടെ ഗുഡ്സ് ട്രെയിനാണ്. അതായത് ഇവിടെ FCI ഉണ്ട്. നമ്മുടെ ഈ ഒരു അരിയും ഇതൊക്കെ വരുന്ന ഒരു വലിയൊരു ഗോഡൗൺ അങ്ങ് അവിടെയാണുള്ളത്. ഈ സമയത്ത് ഇനിയിപ്പോൾ വേറെ ട്രെയിനൊന്നുമില്ല. വന്ദേ ഭാരത് നമുക്ക് കിട്ടിയത് നല്ല ടൈമിങ്ങിൽ തന്നെയാണ്. പിന്നെ ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് 30 കിലോമീറ്ററാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഒട്ടുമിക്ക യാത്രകളുടെയും തുടക്കം എന്ന് പറഞ്ഞാൽ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ യാത്ര കഴിഞ്ഞ് ഇറങ്ങുന്നത് ഇവിടെ തന്നെയാണ്. അതെ, നമ്മുടെ വീട്ടിൽ നിങ്ങൾ കൂടുതലായും കണ്ട കാസർഗോഡ് ജില്ലയിലത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നീലേശ്വരം തന്നെ ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇനി അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെറുത്തൂരാണ്. ഇവിടുന്ന് ഒരു 6.5 കിലോമീറ്റർ പോകാനുണ്ട്. കണ്ണൂർ 54 കിലോമീറ്റർ, കോഴിക്കോട് 143 കിലോമീറ്റർ. ഇതാണ് പള്ളിക്കര മേൽപ്പാലം. പുതുതായിട്ട് നിർമ്മിച്ച ഒരു പാലമാണ് അത്. കുറച്ച് മാസങ്ങളായതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദൂരം കൂടി ഉണ്ട് നമ്മുടെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. പണ്ടൊക്കെ നമ്മൾ ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പോണ്ടല്ലോ താഴെ എന്താ പറയുക ലെവൽ ക്രോസിംഗ് ആണല്ലോ, എത്ര മണിക്കൂറാണ് ചില സമയത്ത് ബ്ലോക്ക് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈ ഒരു മംഗലാപുരം ഭാഗത്തേക്ക് ഒന്ന് ആംബുലൻസ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെയാണ്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല സുന്ദരമായിട്ട് തന്നെ പോവാം. പിന്നെ തിരക്കുമില്ല. എന്താ അല്ലേ, അടിപൊളിയാണ്. നമ്മളിവിടെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് തിരികെയാണ്. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തല്ല വണ്ടി കൊണ്ടുവന്ന് വെച്ചത്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഒരു ബാക്ക് സൈഡിലാണ് വെച്ചത്. കാരണം നിങ്ങൾ ആ റൂട്ട് വഴിയാണ് വന്നത്. ഇവിടുത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇത് ഓട്ടോ സ്റ്റാൻഡ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി നെയിം ബോർഡിൻ്റെ അടുത്തോട്ട് പോവാം. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ടോട്ടലി 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. അതിൽ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ ഇവിടെ നല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് മാറ്റിയതാണ്. നല്ല ചൂട് അല്ലെങ്കിൽ നല്ല തണലുണ്ടായേനെ. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് CHV എന്നാണ്. ഇതിൽ ഇംഗ്ലീഷിൽ ചെറുവട്ടൂർ എന്നാണ്. ചെറുവത്തൂരാണ് യഥാർത്ഥ പ്രൊണൗൺസിയേഷൻ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഭാഗം 3-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗം, അവിടെ ട്രെയിനൊക്കെ നിർത്തിയിരുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടുന്ന് ട്രെയിൻ സർവീസൊക്കെ ഉണ്ട്. അത് നമുക്കിനിപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകാം. കാരണം നമ്മുടെ വണ്ടിയും വെച്ചത് ആ ഒരു ഭാഗത്താണ്. ഈ ചെറുത്തൂർ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു പഴയ റെയിൽവേ സ്റ്റേഷനാണ്. ഈ ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആർക്കും ചിലപ്പോൾ വിശ്വാസമാവണമെന്നില്ല. ഒരു പഴയൊരു സർവീസാണ്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടുന്ന് രാവിലെ ചെറുത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഒരു പാസഞ്ചർ ഓടുന്നുണ്ട്. അതുപോലെ തന്നെ അത് രാത്രി ആ വണ്ടി ഇവിടെ നിർത്തിയിടും. അത് വരുന്ന വെച്ചാൽ തലേ ദിവസം കണ്ണൂരിൽ നിന്ന് ചെറുത്തൂർ പാസഞ്ചറായിട്ട് വരും, രാത്രി ഇവിടെ നിർത്തിയിടും, രാവിലെ അത് മംഗലാപുരത്തേക്ക് പാസഞ്ചറായി പോകും. അങ്ങനെ ഈ ഒരു വണ്ടി സർവീസ് ഇവിടുന്നുണ്ട്. വലിയ ട്രെയിനുകൾക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് ട്രെയിനൊക്കെ ഈ പറഞ്ഞ ചെറുത്തൂർ സ്റ്റോപ്പ് ഉണ്ട്. ഇവിടുന്ന് നമുക്കെന്താ പറയുക
താഴോട്ടിറങ്ങി, കാരണം അവിടെയാണ് നമ്മളെ വണ്ടിയൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് ആ ഒരു ട്രെയിൻ വന്ന് നിർത്തുക കേട്ടോ. ഇവിടെ ഈ റോഡ് കഴിഞ്ഞു. ഇവിടുന്ന് ഹൈവേയിലേക്ക് 200 മീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ. ഇനിയിപ്പോൾ അടുത്തൊരു റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. നമ്മളിവിടെ ചെറുവത്തൂർ ഈ ഒരു ടൗണിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ഒരു ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, ചന്തേര. ഇവിടുന്ന് 5 കിലോമീറ്ററാണ് ഉള്ളത്. ഇവിടുന്ന് ആ ഒരു റൈറ്റിലേക്കാണ് പോകാനുള്ളത്. ചെറുവത്തൂർ ടൗൺ. ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ്. ഈ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നടന്നു കൊണ്ട് ദൂരം മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ പുതിയതായിട്ടുള്ള നാഷണൽ ഹൈവേൻ്റെ പണി വരുന്നത് കൊണ്ട് ചിലപ്പം നമുക്ക് സ്ഥലങ്ങൾ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ബൈപ്പാസ് ആണല്ലോ, ടൗണിലേക്ക് വരേണ്ട കാര്യമില്ല ആ ഒരു വഴി. നമ്മൾ ഈ പറഞ്ഞ ചെറുവത്തൂർ ടൗൺ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. നമ്മളിപ്പോൾ കാലിക്കടവ് എന്ന് പറഞ്ഞൊരു ടൗണിലെത്തി. നമ്മളിനി നേരെ കാണുന്ന റോഡാണ് തൃക്കരിപ്പൂർ വഴി പോകുന്ന റോഡ്. ഇതെന്ന് വെച്ചാൽ ലെഫ്റ്റിലേക്ക് പോകുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ. ആ വഴി നമുക്ക് പോകേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ കാലിക്കടവ് നിന്ന് 1.5 കിലോമീറ്റർ പോകാനായിട്ട് ചന്തേര റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ചന്തേര എന്ന് പറഞ്ഞ സ്ഥലം. ഇതിൽ സിറ്റി ഒന്നും അല്ല കേട്ടോ, വലിയ ടൗണൊന്നും അല്ല, കുഞ്ഞു ഗ്രാമമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉള്ളൂ. ഇതാണ് ചന്തേര പോലീസ് സ്റ്റേഷൻ. കുറേ വണ്ടികളെല്ലാം പിടിച്ച് വെച്ച് കാണാമല്ലോ. ഞങ്ങൾ അങ്ങ് അവിടെയാണ് വണ്ടി വെച്ചത്. അവിടെ വണ്ടി വെച്ച് ഇപ്പം ഇതാ ചന്തേര റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ആകെ 2 പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. ഇവിടെ വലിയ നല്ല രീതിയിൽ തന്നെ ചന്തേര എന്നുള്ളൊരു നെയിം ബോർഡൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് മാസം മുന്നേ വന്ന് ചന്തേര റെയിൽവേ സ്റ്റേഷൻ്റെ അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മഴയുള്ള ഒരു ടൈമിലാണ് ചെയ്തത്. ഇപ്പം മഴയൊന്നുമില്ല, നമുക്ക് ഇരിക്കാനുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു കാസർഗോഡ് ജില്ലയിൽ ടോട്ടലി 2 ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് ഉള്ളത്. അതിൽ ഒന്നാണ് ഈ ഒരു ചന്തേര. ചന്തേര റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് CD6 എന്നാണ്. നമുക്ക് അതിലൂടെയൊക്കെ നടന്നു പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഇതൊക്കെ വരുന്നത്. ഇവിടെ ട്രെയിൻ വരുന്ന സമയത്ത് മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. ഇവിടെ നിർത്തുന്ന ട്രെയിനിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ ഉണ്ട്. ടൂവേഴ്സ് മാംഗ്ലൂർ ആൻഡ് കണ്ണൂർ ഭാഗത്തേക്ക് വല്ലതുകൊണ്ട് വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതാണ് ആ ഒരു ഏരിയ. നല്ല പച്ചപ്പാണ്. നമുക്ക് അതുവഴി തന്നെ ഇറങ്ങി പോട്ടെ. ആ ഒരു വഴി അങ്ങോട്ട് കുറച്ച് ഇറങ്ങാം. ഇത് ട്രെയിനിൻ്റെ ആ ഒരു ലിസ്റ്റ്. ശരിക്കും ഇപ്പോൾ ഇവിടെ ഞങ്ങൾ 2 പേര് മാത്രമല്ല കേട്ടോ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇതിനെക്കാട്ടിയും പച്ചപ്പുണ്ടായിരുന്നു. കാരണം ഒരു മഴ കഴിഞ്ഞ് വന്ന സമയത്താണ് വന്നത്. മഴയില്ലാത്തതുകൊണ്ട് തന്നെ അത് എടുത്ത് കാണുന്നില്ല. അടിപൊളിയാണ്. ഇവിടെ ഇത് വെള്ളമൊക്കെ ഒഴുകി പോകുന്നൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ ഇത്. ഇനിയാണ് ഈ ഒരു വീഡിയോൻ്റെ അവസാന ഭാഗം ഉള്ളത്. അതായത് നമ്മുടെ ഈ ഒരു യാത്രയുടെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ തൃക്കരിപ്പൂർ. ഇവിടുന്ന് 6.5 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പം നമുക്ക് തൃക്കരിപ്പൂർ എത്തിയ ശേഷം എന്താ പറയുക, വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. തൃക്കരിപ്പൂർ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് 650 മീറ്റർ മാത്രമേ ഉള്ളൂ. ഈ ടൗണിൽ തന്നെയാണ് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനും ഉള്ളത്. അതുകൊണ്ട് നമുക്കങ്ങനെ ദൂരത്തേക്കൊന്നും പോകണ്ട. തൃക്കരിപ്പൂർ ടൗൺ അങ്ങോട്ടാണേ. അവിടുന്ന് ഞങ്ങൾ വന്നത് ഈ ഒരു വഴി വന്ന് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടി വെച്ച് നല്ല വണ്ടികൾ വെക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നേരെ സ്റ്റേഷനിലോട്ട് കയറാം. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗത്തേക്ക് നമ്മൾ വന്നു. ഇവിടെ അത്യാവശ്യം വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു പാർക്കിംഗ് ഏരിയ ആണ്. ഇതാണ് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അധികം വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളും ഒച്ചപ്പാടൊന്നുമില്ല. ഇനി നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ കയറാം. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് TKQ എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ 2 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. 1, 2. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തെല്ലാം എന്താ പറയുക, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചളി വരും, നല്ല മണ്ണാണ്. ഈ ഒരു തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേഷൻ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലേൻ്റെ ആ ഒരു അറ്റത്ത് നിന്ന് തുടങ്ങി ഈ ഒരു അറ്റം വരെ വരികയാണ്. അതായത്
മഞ്ചേശ്വരം മുതൽ ഇവിടെ തൃക്കരിപ്പൂര് വരെ നല്ല രീതിയിൽ തന്നെ എല്ലാ സ്റ്റേഷനും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയല്ലേ നവി? നല്ല രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വീഡിയോന്റെ അതായത് മഞ്ചേശ്വരം മുതൽ കളനാട് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എന്നിട്ട് കോട്ടിക്കുളത്ത് ആ പാലക്കുന്നാൻ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് വെച്ചിട്ടാണല്ലോ എന്താ പറയാ പിരിഞ്ഞു പോയത്. കാരണം അത് നല്ല ഇരുട്ടായിരുന്നു. ആ സമയത്ത് ഇരുട്ടത്ത് തന്നെ നമ്മൾ വീണ്ടും ബാക്കി വരുന്ന ഈ പറഞ്ഞ കാഞ്ഞങ്ങാട് ബേക്കൽ ഫോർട്ടും ഈ പറഞ്ഞ നീലേശ്വരം ചെറുത്തൂരും തൃക്കരിപ്പൂരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇരുട്ടത്താണ്. അപ്പം നിങ്ങൾക്ക് കാണുന്ന പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ അത് കാണാൻ പറ്റണമെന്നില്ല. കാരണം നമുക്ക് പ്ലാറ്റ്ഫോമും ആ പറഞ്ഞ പ്രവേശനമൊക്കെ കാണണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ കുറച്ച് ബാക്കി വന്ന ഭാഗം എടുക്കാൻ വേണ്ടി രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നത്. ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയ ഈ ഒരു യാത്ര ഇവിടെ തൃക്കരിപ്പൂർ എത്തിയ സ്ഥിതിക്ക് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷൻ ഉൾക്കൊള്ളിച്ചാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അതായത് മഞ്ചേശ്വരത്ത് തുടങ്ങി മഞ്ചേശ്വരം, ഉപ്പള, കുമ്പള, കാസർഗോഡ്, കളനാട്, കോട്ടിക്കുളം, ബേക്കൽ ഫോർട്ട്, കാഞ്ഞങ്ങാട്, നീലേശ്വരം, ചെറുത്തൂര്, ചന്തേര, ഫൈനലി തൃക്കരിപ്പൂര്. അതായത് 12 റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ വീഡിയോയിൽ കാസർഗോഡ് ജില്ലയിലെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നത്. പക്ഷെ അതിൽ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനാണ് കൂടുതൽ അത് എന്താ പറയുക ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വിട്ടുപോയത്. അത് വേറൊന്നുമല്ല, വൈകുന്നേരം 6 മണി സമയത്താണ് നമ്മൾ കാസർഗോഡ് എത്തിയത്. ആ സമയത്ത് പറഞ്ഞാൽ നല്ല തിരക്കുള്ള സമയമാണ്. പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് കയറിയാൽ തന്നെ നല്ല തിരക്കായിരിക്കും. അതുപോലെ തന്നെ അവിടെ റിനോവേഷൻ നടക്കുന്നത്. സംഭവം അത്യാവശ്യം ബിൽഡിങ്സ് ഒക്കെ പൊളിച്ചിട്ടാണുള്ളത്. അപ്പോൾ അതിന്റെ കാഴ്ച നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാസർഗോഡൊക്കെ കയറിയിട്ട് ഒരുപാട് യാത്രകൾ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കാസർഗോഡിനെ കുറിച്ച് ഒരു പരിചയം ഉണ്ടാകുന്ന വിശ്വസിക്കുന്നു. കാരണം നമ്മൾ വന്ദേ ഭാരതൊക്കെ കയറി തവണല്ലോ. അതുപോലെ തന്നെ നീലേശ്വരം പിന്നെ നിങ്ങൾ എപ്പോഴും കാണുന്നത് നമ്മുടെ വീഡിയോയില്. പിന്നെ ശരിക്കും പറഞ്ഞാല് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എന്താ പറയാ ഒരു നമുക്കായാലും ആദ്യമായിട്ട് പോയതാണ് ഉപ്പളയും കുമ്പളയും. ഞങ്ങൾ ഇന്നത്തെ ഇതിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അതെ, എനിക്ക് ഉപ്പള കുറച്ച് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല റെയിൽവേ സ്റ്റേഷൻ, ചെറുത്തൊരു കുഴപ്പമില്ല, നല്ല റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ ജില്ലയിലത്തെ റെയിൽവേ സ്റ്റേഷൻ എന്താ പറയാ നമ്മൾ കണ്ടു. അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ കണ്ടുവല്ലോ. അതെ, ഇനിയിപ്പം മറ്റു ജില്ലയിൽ ഇതേപോലെ യാത്ര ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു റോഡ് വഴി പോയി കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം മുഴുവൻ എടുക്കും. നിങ്ങൾ ട്രെയിൻ വിചാരിക്കണം, മഞ്ചേശ്വരം ഉച്ചക്ക് തുടങ്ങിയ യാത്രയാണ്. അത് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എന്താ പറയാ കോട്ടിക്കുളത്ത് വൈൻഡപ്പ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ തുടങ്ങിയ യാത്ര ഇപ്പൊ 2-2:30 അപ്പൊ അത്ര അത് റോഡ് വഴി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രെയിൻ പോകുമ്പോൾ നമുക്ക് കാണാൻ എളുപ്പമാണല്ലോ, മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുമല്ലോ. അപ്പൊ എന്താ പറയാ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റേ ബൈ.